കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഒരു ചിത്രം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയതുള്ള അലി ഖമേനിയുടെ ആ വിലാപയാത്രയിൽ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളാണ് പങ്കെടുത്തത്. ഇറാനിലെ തെരുവുകളിൽ മുഴുവനും അമേരിക്കയ്ക്കെതിരെയും അതോടൊപ്പം അമേരിക്കയുടെ ഇപ്പോഴത്തെ ഭരണാധികാരിയായ ട്രംപിനുമെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങൾ കാണാൻ സാധിച്ചു. തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവായിരുന്ന ആയതുള്ള അലി ഖമേനിയെ കൊലപ്പെടുത്തിയതിന് പകരമായി ട്രംപിനെ കൊലപ്പെടുത്തുക, അതോടൊപ്പം ആ ട്രംപിനെ കൊലപ്പെടുത്തുന്നവർക്ക് വലിയ പ്രതിഫലങ്ങൾ ഒക്കെ വാഗ്ദാനം ചെയ്യുക എന്നിങ്ങനെയുള്ള ഒരുപാട് മുദ്രാവാക്യങ്ങളും അതോടൊപ്പം അത് കാണിച്ചുകൊണ്ടുള്ള ബോർഡുകളുമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇറാനിലെ ജനങ്ങൾ തെരുവുകളിൽ തടിച്ചുകൂടിയത്. എന്നാൽ ആ വിലാപയാത്രയിലെ ആ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ അത്തരത്തിൽ തടിച്ചുകൂടിയ ആ വാർത്തകൾക്കിടയിലൊക്കെ മറ്റൊരു വാർത്ത കൂടി വലിയ രീതിയിൽ ചർച്ചയായി മാറി. വിലാപയാത്രക്കിടയിൽ കറുത്ത വസ്ത്രം ധരിച്ച് തലയിൽ കറുത്ത തൊപ്പിയും ഒക്കെ വെച്ചുകൊണ്ട് മുഖത്ത് കറുത്ത മാസ്കൊക്കെ വലിച്ചു കെട്ടി ആരും തിരിച്ചറിയാത്ത വിധം പൂർണ്ണമായും മുഖമറച്ച ഒരു വ്യക്തിയെ ആ വിലാപയാത്രയുടെ ഏറ്റവും മുൻനിരയിൽ കാണാൻ സാധിച്ചു. ആയതുള്ള അലി ഖമേനിയുടെ ആ ഒരു ഭൗതിക ശരീരം അടങ്ങിയ ആ ഒരു പെട്ടി ചുമന്നുകൊണ്ടുപോകുന്നതിൽ ഈ മുഖമൊക്കെ മറച്ച ഈ മാസ്ക് ധരിച്ച വ്യക്തിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കുടുംബാംഗങ്ങളും ഏറ്റവും അടുത്ത അനുയായികളും മാത്രം പങ്കെടുത്ത ആ അതീവ രഹസ്യമായ ചടങ്ങിലാണ് ആ മനുഷ്യനെ ഇവിടെ കാണാൻ സാധിച്ചത്. ആയതുള്ള അലി ഖമേനിയുടെ മൂത്ത മകൻ മുസ്തഫ ഖമേനിയായിരുന്നു പ്രാർത്ഥനകൾക്കൊക്കെ നേതൃത്വം നൽകിയത്. എന്നാൽ ആ സമയത്ത് തൊട്ടടുത്ത് തന്നെ ഈ മാസ്ക് ധരിച്ച വ്യക്തി നിൽക്കുന്നത് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. CNN അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടുകൂടിയാണ് ഇത് സോഷ്യൽ മീഡിയയിലും വാർത്താമാധ്യമങ്ങളിലുമൊക്കെ അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് തുടക്കമായത്. ഈ ഒരു ദൃശ്യം കണ്ട ഉടനെ തുടക്കത്തിൽ എല്ലാവരും കരുതിയിരുന്നത് ഇത് ആയതുള്ള അലി ഖമേനിയുടെ രണ്ടാമത്തെ മകനും ഇറാനിലെ ഇപ്പോഴത്തെ ഏറ്റവും സ്വാധീനമുള്ള ഇപ്പോഴത്തെ പരമോന്നത നേതാവുമായിട്ടുള്ള മുജ്തബ ഖമേനിയാണെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലും വാർത്താമാധ്യമങ്ങളിലുമൊക്കെ വലിയ രീതിയിലുള്ള ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ആ ഊഹാപോഹങ്ങൾക്കൊക്കെ ഇറാൻ ഔദ്യോഗികമായി കൊണ്ട് തന്നെ മറുപടി നൽകിയിരിക്കുകയാണ്. ആ കറുത്ത മാസ്ക് ധരിച്ചെത്തിയ വ്യക്തി അത് മുജ്തബ ഖമേനി ആയിരുന്നില്ല, പകരം അത് മറ്റൊരാളായിരുന്നു. ഇറാനിയൻ മാധ്യമങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതനുസരിച്ച് ആ വിലാപയാത്രയിൽ മുഖംമൂടി ധരിച്ച് പങ്കെടുത്തത് മുഹമ്മദ് ജവാദ് ഖമേനി എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു. ആരാണ് ഈ മുഹമ്മദ് ജവാദ് ഖമേനി എന്നല്ലേ? അന്തരിച്ച പരമോന്നത നേതാവായിരുന്ന ആയതുള്ള അലി ഖമേനിയുടെ മൂത്ത പേരക്കുട്ടിയാണ് ഈ മുഹമ്മദ് ജവാദ്. പൊതുവേദിയിൽ അധികമൊന്നും പ്രത്യക്ഷപ്പെടാത്ത വളരെ രഹസ്യമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മുഹമ്മദ് ജവാദ് ഖമേനി. ഇറാനിലെ രാഷ്ട്രീയത്തിലോ ഭരണകാര്യങ്ങളിലോ അതോടൊപ്പം സൈന്യത്തിലോ ഒന്നും ഇദ്ദേഹത്തിന് വലിയ പദവികളൊന്നും അങ്ങനെയില്ല. ഇതിലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു ദൃശ്യം പുറത്തു വന്നതോടുകൂടിയാണ് ആയതുള്ള അലി ഖമേനിക്ക് ഇങ്ങനെ ഒരു പേരക്കുട്ടി ഉണ്ട് എന്നുള്ള കാര്യം പോലും ഇറാനിലെ ജനങ്ങൾ അറിയുന്നത് എന്നുള്ളതാണ്. അതുവരെ ഇറാനിലെ ജനങ്ങൾക്ക് ആർക്കും തന്നെ ഇങ്ങനൊരു പേരക്കുട്ടി ഉണ്ട് എന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ മറ്റൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. സ്വന്തം ഉപ്പയുടെ ആ ഒരു സംസ്കാര ചടങ്ങിനെത്തിയ ആ മുഹമ്മദ് ജവാദ് ഖമേനി എന്തിനാണ് ഇത്തരത്തിൽ മുഖമൊക്കെ കറുത്ത മാസ്ക് ഉപയോഗിച്ച് പൂർണ്ണമായി മൂടിക്കെട്ടിയത് എന്നുള്ളതാണ് ആ ഒരു ചോദ്യം. എന്നാൽ അതിന് പിന്നിൽ കൃത്യമായ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 28 നടന്ന ഇസ്രായേൽ US വ്യോമാക്രമണത്തിലാണ് ആയതുള്ള അലി ഖമേനി കൊല്ലപ്പെടുന്നത്. അന്ന് ആ ഒരു ആക്രമണത്തിൽ ആയതുള്ള അലി ഖമേനിയുടെ മരുമകളും അതോടൊപ്പം പേരമകളുമൊക്കെ മരണപ്പെടുന്നുണ്ട്. അദ്ദേഹം താമസിച്ചിരുന്ന ആ വസതിക്ക് നേരെയായിരുന്നു അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്നുകൊണ്ട് ആ ഒരു വ്യോമാക്രമണം നടത്തുന്നത്. ആ ക്രൂരമായ ആക്രമണത്തിൽ ആയതുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടപ്പോൾ അതേ കെട്ടിടത്തിലുണ്ടായിരുന്ന പേരക്കുട്ടിയായ മുഹമ്മദ് ജവാദിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വ്യോമാക്രമണത്തിലെ സ്ഫോടനത്തെ തുടർന്ന് അദ്ദേഹത്തിന് ക്രൂരമായ രീതിയിൽ പൊള്ളലേൽക്കുകയും അതോടൊപ്പം മുഖത്തിന് ഗുരുതരമായ പരിക്കുകളൊക്കെ സംഭവിക്കുകയും ചെയ്തു. ഈ മുഖത്തെ വൈരൂപ്യവും ആ ഒരു പൊള്ളലേറ്റ പാടുകളും മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ ഈ കറുത്ത മാസ്കും തൊപ്പിയും ഒക്കെ ധരിച്ച് എത്തിയത് എന്നുള്ളതാണ് ഇറാൻ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നത്. ഇനി ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കാം. അമേരിക്കയെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇറാൻ കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യം പുറത്തുവിട്ടിരുന്നു. തങ്ങളുടെ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലിന്മേൽ ചുവന്ന പെയിൻറ്റിൽ ഗെയിം ഓവർ USA എന്ന് വ്യക്തമായി എഴുതി വെച്ചുകൊണ്ട് അത് US സൈനിക താവളങ്ങൾക്ക് നേരെ തൊടുത്തുവിടുന്ന ദൃശ്യങ്ങളാണ് ഇറാൻ ഔദ്യോഗികമായി പുറത്തുവിട്ടത്. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയാണ് തിങ്കളാഴ്ച ആഗോള മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. US-നോടുള്ള തങ്ങളുടെ കടുത്ത പ്രതികാരത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇറാനി മിസൈൽ വിക്ഷേപിച്ചത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സാന്നിധ്യത്തിൻ്റെ കാലം കഴിഞ്ഞുവെന്ന ആ ഒരു ശക്തമായ സന്ദേശമാണ്
ഇതിലൂടെ ഇറാൻ നൽകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അമേരിക്ക വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇറാന്റെ പല ഭാഗങ്ങളിലുമൊക്കെ നടത്തുന്നുണ്ട്. അത്തരത്തിൽ അമേരിക്കൻ സൈന്യം ഇറാനിനകത്ത് നടത്തിയ ആ അതിശക്തമായ ആക്രമണത്തിനുള്ള മറുപടിയായിട്ടാണ് ഇറാൻ ഈ ഗെയിം ഓവർ USA എന്നെഴുതിയ മിസൈലുകൾ തൊടുത്തുവിട്ടത്. ഇറാന്റെ ഗെയിം ഓവർ USA എന്നെഴുതിയ ആ ഒരു സന്ദേശം കേവലം ഒരു പ്രസ്താവനയായി മാത്രം കണക്കാക്കാൻ കഴിയില്ല. നേരെമറിച്ച് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷികൾക്കുമുള്ള കൃത്യമായ ഒരു താക്കീത് കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. US-നെ തങ്ങളുടെ മണ്ണിൽ സൈനിക താവളങ്ങൾ ഒരുക്കാൻ അനുവദിക്കുന്ന ആ ഗൾഫ് രാജ്യങ്ങളും ഇറാന്റെ മിസൈൽ പരിധിയിലാണ് എന്ന് ഇറാൻ നേരത്തെ തെളിയിച്ച ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ആ ഗൾഫ് രാജ്യങ്ങളുടെ മേൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇറാൻ അഴിച്ചുവിടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ US സെൻട്രൽ കമാൻഡ് ഇറാൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് വലിയ രീതിയിലുള്ള വൻ വ്യോമാക്രമണം നടത്തിയത്. ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ, തീരദേശ റഡാർ കേന്ദ്രങ്ങൾ, അതോടൊപ്പം ഡ്രോൺ മിസൈൽ ലോഞ്ച് പാഡുകൾ എന്നിവയ്ക്ക് നേരെ അമേരിക്കൻ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും മിസൈലുകളൊക്കെ അഴിച്ചുവിട്ടു. ചരിത്രത്തിലാദ്യമായി അമേരിക്ക തങ്ങളുടെ വൺ വേ അറ്റാക്ക് സീ ഡ്രോണുകൾ ഈ ഓപ്പറേഷനിൽ ഉപയോഗിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ ഒരു ആക്രമണത്തിന് ന്യായീകരണമായി കൊണ്ട് അമേരിക്ക പറയുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെ ഇറാൻ തടസ്സപ്പെടുത്തുന്നു എന്നും ഒരു വാണിജ്യ കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ കപ്പലിന് തീ പിടിക്കുകയും അതിലുള്ള ജീവനക്കാരെ കാണാതാവുകയും ചെയ്തതിനോടുള്ള തിരിച്ചടിയാണ് ഇതെന്നുമാണ്. എന്നാൽ അമേരിക്കയുടെ ഈ ഒരു നീക്കത്തോടെ മേഖലയിലെ സമാധാന ശ്രമങ്ങളെല്ലാം പൂർണ്ണമായി തകർന്നുവെന്ന് ഇറാൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. നയതന്ത്ര ചർച്ചകൾ കൊണ്ട് ഇനി ഒരു കാര്യമില്ലെന്നും കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന ഒരു സൈനിക തന്ത്രം മാത്രമേ ഇനി ഉണ്ടാകൂ എന്നും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കയുമായുള്ള എല്ലാതരം താൽക്കാലിക സമാധാന കരാറുകളും അവസാനിപ്പിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയതോടുകൂടി ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായി കൊണ്ട് ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്നിനു പുറകെ ഒന്നായി അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ താവളങ്ങൾക്ക് നേരെ ഇറാൻ അതിശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ US വ്യോമതാവളങ്ങളും പാട്രിയറ്റ് പ്രതിരോധ സംവിധാനങ്ങളും ഇറാൻ ഇതിനോടകം തന്നെ തകർക്കുകയുണ്ടായി. തിരിച്ച് US-ഉം ശക്തമായ വ്യോമാക്രമണം ഇറാനിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വശത്ത് ഗൾഫ് മേഖല യുദ്ധക്കളമായി മാറുന്നു. അതോടൊപ്പം ആഗോള സാമ്പത്തിക രംഗത്തെ പിടിച്ചുകുലുക്കിക്കൊണ്ട് തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടയ്ക്കുകയും ചെയ്തു. ഇതോടുകൂടി വലിയ രീതിയിലുള്ള അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. എന്തായാലും യുദ്ധക്കുതിയന്മാരായ ട്രംപും നെതന്യാഹുവും കാരണത്താൽ ലോക ജനതയ്ക്ക് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതിലേറ്റവും കൂടുതലും ബാധിക്കുന്നത് പ്രവാസികളായ സഹോദരങ്ങളെയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നും ഒരുപാട് പ്രവാസികളായ സഹോദരങ്ങൾ ഗൾഫ് മേഖലകളിൽ, ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ പലരും അവരുടെ കടങ്ങൾ മാറാനും അതോടൊപ്പം ഒരുപാട് സ്വപ്നങ്ങളുമൊക്കെ ആയിട്ടാണ് ഗൾഫ് മേഖലകളിലൊക്കെ ഒരു പ്രവാസിയായിക്കൊണ്ട് അവർ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു സമാധാനപരമായ രീതിയിലേക്ക് ഇക്കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല.